ഹലോ എവ്രി വൺ. ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ വ്ളോഗിൻ്റെ പേര് ഇപ്രാവശ്യം വിധൂസ് വ്ളോഗ്സ് എന്നാണ്. കാരണം എൻ്റെ ആദ്യത്തെ കനേഡിയൻ കാഴ്ചകൾ എന്ന് പറഞ്ഞ വ്ളോഗിൻ്റെ പേര് ഒരുപാട് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അത് ഞാൻ സ്ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പം ഇപ്പോൾ വ്ളോഗ് ഇടാൻ കാരണം ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിൽ പോകാനായിട്ട്. അത് ഞങ്ങൾ താമസിക്കുന്ന എഡ്മൻറ്റണിന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 60 കിലോമീറ്ററൊക്കെ ദൂരെയുള്ളൊരു നാഷണൽ പാർക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വ്ളോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വ്ളോഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയുടെയും ജോഹാൻ്റെയൊക്കെ ഫോണ് ബോറോ ചെയ്തിട്ടാണ് വ്ളോഗ് വീഡിയോ ഒക്കെ എടുത്തത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കാറ്റിൻ്റെ ശബ്ദം കൊണ്ട് പലപ്പോഴും വോയിസൊക്കെ ബ്രേക്കായി പോയി. പിന്നെ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ അവരുടെ ഫോൺ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ കണ്ടിന്യൂറ്റിയുടെ കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നു. അത് ഓഫ് ഓണൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അപകടങ്ങളൊക്കെ എൻ്റെ വ്ളോഗ്സിനുണ്ട്. എന്നാലും നിങ്ങളതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്കിൽ നിന്ന് നേരെ യുക്രൈനിയൻ വില്ലേജിൽ പോയി. യുക്രൈനിയൻ വില്ലേജ് അവിടെ നിന്ന് ഒരു 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. അപ്പോൾ പണ്ട് കാലത്തെ യുക്രൈനിയൻസ് കാനഡയിൽ വന്നിട്ട് അവരുടെ ജീവിത രീതികൾ, അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നടക്കുമ്പോൾ, ഈ ഫോൺ പിടിച്ച് നടക്കുമ്പോൾ ക്യാമറ കുറച്ച് ഷേക്കായിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, നല്ലോണം ഷേക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അപകടങ്ങളൊക്കെ എൻ്റെ വ്ളോഗ്സിനുണ്ട്. അത് സദയം ക്ഷമിച്ച് കണ്ടിട്ട് അഭിപ്രായം പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി വ്ളോഗ്സിലേക്ക് കിടക്കാം. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിലാണ്. ഞാനും അമ്മയും ജോഹാനും കൂടി ചുമ്മാ ഒരു ഔട്ടിങ്ങിന് വന്നതാണ് ഇന്ന്. പക്ഷേ ഇന്ന് നല്ല മഴയുണ്ട്, കുറച്ച് തണുപ്പുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, പോവാം നമുക്കെന്നാ. അപ്പോൾ അമ്മയും ജോഹാനും ഈ കുന്ന് കയറി ഞങ്ങൾ കാറ് അവിടെ പാർക്ക് ചെയ്തു. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ മഴയുള്ളതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരൊന്നും വരാത്തത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു കുന്നിൻ്റെ മുകളിൽ ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ കയറി അവിടെ ഒരു ഷെൽട്ടർ പോലത്തെ സ്ഥലമുണ്ട്, നമ്മൾ മഴയൊന്നും കൊള്ളാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് അതൊക്കെ കഴിച്ച് നല്ല രസമുണ്ടല്ലേ. നിൽക്ക്. ഇതെന്ത് സംഭവം? ഇതാണോ ബാർബിക്യൂ? മരമൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മളത് കത്തിക്കണ ചാർക്കോള് അല്ല കത്തിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് തോന്നുന്നു. മരമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ വൃത്തിയാക്കി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീഫോ ചിക്കനോ പോർക്കോ അല്ലെങ്കിൽ സോസേജോ ഒക്കെ കൊണ്ടുവന്നാൽ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി ലേക്ക് കാണിച്ചു തരാം കേട്ടോ. മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണോ, ഭയങ്കര രസം. കടല് പോലെ കേട്ടോ ലേക്ക്. കാണിച്ചു തരാം എല്ലാവരും. അതൊരു തുണി എടുത്ത് തുടച്ചാൽ മതി. നല്ല രസമുണ്ട്, നേരിയ വെയിലും നല്ല കാറ്റും. ഇതാണ് ആ ലേക്ക്. വിജനതയിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞ ഒരു കാടിൻ്റെ നടുവിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം
ഐലൻഡ് നാഷണൽ പാർക്കിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻ്റൊക്കെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ വെച്ച് താമസിക്കാനും അതായത് RV റിക്രിയേഷണൽ വെഹിക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്, ചെറിയ വെയിലും നല്ല കാറ്റും. 2 കസേര നമുക്കിവിടെ ഇരുന്ന് ഇതൊക്കെ കാണാനൊക്കെ ഉണ്ട്. അമ്മ പറയുന്നു ഇവിടെ പൂവുണ്ട്. ഇത് നോക്കിയേ, ഇവിടെ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാട്ടുപൂക്കളാണിത്. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ. ഇവിടെ കണ്ടോ ഇങ്ങനത്തെ കുറേ പൂവും കായൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പേരറിയില്ല അതിൻ്റെ ഒന്നും. എന്തൊക്കെയോ ബെറീസൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടംപോലെ മരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് ബാർബിക്യൂ കൊണ്ടുവരാൻ. കണ്ട ഇവർ ചെയ്യുന്നുണ്ട് ബാർബിക്യൂ. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കുന്ന സ്ഥലം ഉണ്ട്. ഞങ്ങളിനി തിരിച്ച് പോയിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു വഴിയിലേക്ക്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ. എസ്റ്റാർട്ടൻ ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കാണ് ഇവിടെ ഉള്ളത്. എസ്റ്റാർട്ടൻ ലേക്ക്. അപ്പം അവിടെയാണ് നമ്മൾ വന്നേക്കണേ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ലേക്ക് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടു. പക്ഷേ ഇവരിവിടെ ഇതിനെ ബീച്ച് എന്നാണ് പറയുന്നത്. ബീച്ച് അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഓഷ്യൻ ഉണ്ടാവണം, സീ ഉണ്ടാവണം എന്നൊന്നുമില്ല ബീച്ച് ആവാനായിട്ട്. ഏത് വാട്ടർ ബോഡി എവിടെ ഏതെങ്കിലും വെള്ളമുണ്ട് അവിടേക്ക് നമുക്ക് ഇറങ്ങാനുള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ അവരതിനെ ബീച്ചെന്ന് വിളിക്കും. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞാനും ജോഹാനും മാത്രം. അമ്മ പറഞ്ഞു മഴക്കാരൊക്കെ ഉള്ള കാരണം അമ്മ വരുന്നില്ല, അന്ന് ഇറങ്ങുന്നില്ല, കാറിലിരിക്കുകയാണ്. അപ്പം ഞാനും മിസ്റ്റർ ജോഹാനും നടന്നു പോകാനാണ് മിസ്റ്റർ ജോഹാൻ കൂടിയിട്ട് ഈ ബീച്ചിൻ്റെ സംഭവം എന്താണ് ഇവിടെ എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രതീക്ഷയിലെ ബീച്ച് ഞാൻ ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. മഴയുണ്ട്. അപ്പോൾ റോഡൊക്കെ നല്ല റോഡാണ്, അധികം ആൾക്കാരൊന്നുമില്ല. ഭയങ്കര പ്രകൃതി രമണിയുള്ള റോഡാണ് കേട്ടോ. അവിടെ കാടിൻ്റെ നടുവിൽ കൂടിയാണ് അവർ വെട്ടിയിരിക്കണേന്നാ തോന്നുന്നത്. അപ്പോൾ നേരിയ മഴയുണ്ട്, പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോഹാൻ സൈഡിലൊക്കെ കാണിച്ചു കൊടുത്ത് ചേച്ചിയിലാക്കിയിട്ട് സൈഡിലൊക്കെ കണ്ട ഇത്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പോകുന്നത്. എല്ലായിടത്തും ബാത്റൂമും ബാത്റൂമും ഇവിടെ ഇല്ല. പക്ഷെ ബാത്റൂമും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ കാണിച്ചിട്ട് പോകാം. ബാത്റൂം കാണിച്ചിട്ടുള്ള സംഭവം. കണ്ട എല്ലാ സ്ഥലത്തും വേസ്റ്റ് ഇടാനുള്ള ഒന്ന് കാണിച്ചു ജോഹാൻ. ബാത്റൂം ഉണ്ട്, പിന്നെ വേസ്റ്റ് ഇടാനുള്ള ബിന്നുകളുണ്ട്, എല്ലാം ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോ പാർക്ക് ചെയ്യാനുള്ള സ്പോട്ട് എല്ലായിടത്തും ഉണ്ട്. ഈ സാധനം കിട്ടാതെ മനസ്സിലായ ഈ സാധനം കാണിച്ചോട്ട് ഈ പച്ച സാധനം, അതായത് നമ്മൾ പട്ടികളെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്താ ഈ പച്ച സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടികളെയൊക്കെ കൊണ്ടുവരിക, പട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പിക്കിട്ട് വൃത്തികേടാക്കാണ്ടിരിക്കാൻ ഇവരിതിന് കവറ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കവർ എടുക്കുക, നമ്മളത് കോരി എടുത്തിട്ട് കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലിട്ട് കളയുക. അപ്പോൾ അങ്ങനെയുള്ള
എല്ലാ സെറ്റപ്പ്. ഇപ്പോൾ കാടാണെങ്കിൽ പോലും വൃത്തിയായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഭയങ്കര സംഭവമാണ് ഇവിടെ കാനഡയിൽ, വൃത്തി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ബാത്റൂം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് ഈ പാർക്കിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. I got less than 2 minutes left in space. അപ്പം ഞാൻ അടുത്ത പോയിന്റിൽ എത്തിയിട്ട് മതി. ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ രണ്ട് കനേഡിയൻ ഗൂസ് നിൽക്കുന്നു. Look at these geese. I can't see anything. ഞാൻ എടുക്കാം. ഇവിടെ രണ്ട് കനേഡിയൻ ഗൂസ് നിൽക്കുന്നുണ്ട്. ഗീസ് ഇംഗ്ലീഷിൽ പ്ലൂറൽ ഗീസാണ്. കണ്ട? Oh look, 2 more. Over there, if you zoom in, you can see 2 little brown spots. What's out here? Maybe a horrifying T-Rex. No, I'm kidding. That's a car. It's raining. It's all over. അപ്പോൾ എടുക്കണ്ട, നീ ഓഫ് ചെയ്ത് വെക്ക്. എൻ്റെ ബാറ്ററിയും ഇതും കളയാനായിട്ട്. അത് ചെറിയ ചെറിയ പീസസ് വീഡിയോ എടുക്കണം. I know, that's what I'm doing. There. പറയണം. There's the bison. ഞങ്ങൾ എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്കിലാണ് വന്നേക്കണേ. അവിടെ ബൈസൺ എന്ന് പറഞ്ഞ സാധനമാണ്, അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. ജോഹാന കാണിക്ക് വേറെ എവിടെയൊക്കെ ഉള്ളത്. അവിടെയും അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ബൈസനെ കാണാനുണ്ടെന്ന്. കണ്ടോ? എൽക്ക് ഐലൻഡ് നാഷണൽ പാർക്ക്. ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യണം. Look at this big beast.